വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഡിവൈഎഫ്ഐ അടിമാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് യുവജന മാർച്ച് സംഘടിപ്പിച്ചു. സമരം ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പോലീസ് മാർച്ച് നടന്നു. പഞ്ചായത്തിന്റെ പൊതുവികസനം അട്ടിമറിച്ച UDF ഭരണസമിതി രാജിവെക്കുക, മാലിന്യ വിൽപ്പനയിലെ അഴിമതി അന്വേഷിക്കുക, വിശപ്പുരഹിത അടിമാലി പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഡിവൈഎഫ്ഐ അടിമാലി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് യുവജന മാർച്ച് സംഘടിപ്പിച്ചത്. പ്രകടനമായി എത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി തേജസ് കെ ജോസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുടനീളം വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഈ അടിമാലി പഞ്ചായത്ത് ഒരു രീതിയിലും നടത്തുന്നില്ല. ഇവിടെ നിരവധി നാളുകളായി സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും അഴിമതിയുടെ കെട്ടുകഥകൾ ഈ നാട്ടിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും മനസ്സിലായിരിക്കുന്നത്. ഇവിടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ സമരം സംഘടിപ്പിക്കുന്നു. പ്രതിഷേധ പരിപാടിയിൽ ഡിവൈഎഫ്ഐ അടിമാലി ഈസ്റ്റ് മേഖലാ സെക്രട്ടറി റിക്സൺ പൗലോസ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് S. സുധീഷ്, അടിമാലി ബ്ലോക്ക് സെക്രട്ടറി CS. സുധീഷ്, ഷംനാസ് പുളിക്കൽ, നിഖിൽ ഷാജൻ, അജിത് ജോയി, ജെയ്സൺ ജോസ്, ദീപു MR, രതീഷ്, അലക്സ് വർഗീസ്, മിത്രൻ മാത്യു എന്നിവർ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CITUവും ഇന്നലെ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.